ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. അപ്പോ നമ്മുടെ 8ാം ക്ലാസ്സിലെ ഏറ്റവും ഫസ്റ്റ് ചാപ്റ്റർ ആയ സ്ക്വയേഴ്സ് എന്ന ചാപ്റ്റർ ആണ് ഇത് ഇവിടെ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. എന്നാലും എന്തെങ്കിലും ഒരു ഡൗട്ട് വരുമോ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അറിയണ കാര്യങ്ങളാണ്. ടെസ്റ്റ് ബുക്കിലുള്ള സെയിം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചില സെയിം ക്വസ്റ്റ്യൻസ് ആണ്, ചില നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അതേപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ 2 മെത്തേഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് 2 മെത്തേഡ് വഴി ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോ സ്കൂളിൽ വേണമെങ്കിൽ വേറെ രീതിയിലായിരിക്കും എടുത്തത്. അപ്പോ ആ ഒരു മെത്തേഡ് കൊണ്ട് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് കഴിയും. ഒരുപാട് വലിയ ചാപ്റ്റർ ഒന്നുമല്ല ഫസ്റ്റ് ചാപ്റ്റർ. കുറച്ച് പഠിക്കാനുള്ളൂ, വളരെ കുറച്ച് പഠിക്കാനുള്ളൂ. 2 കാര്യങ്ങൾ അതിനകത്ത് ആകെ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോ ഞാൻ ചാപ്റ്റർ തുടങ്ങിയാണ്. അതിനു മുമ്പ് ഞാൻ ചാപ്റ്ററിന്റെ പേര് ഞാൻ പറഞ്ഞു സ്ക്വയേഴ്സ് ആണെന്ന് പറഞ്ഞു. സ്ക്വയർ എന്താണ് സ്ക്വയർ? ഇപ്പോ ഇവിടെ ഞാൻ ഈ ഒരു പേജില് ഞാൻ കുറച്ച് നമ്പർ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാ? 1, 4, 9, 16, 25, 36 അല്ലെ? ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയൂ? ഇത് ഞാനിപ്പോ എഴുതി കാണിച്ചുതരാം. 1ന്റെ സ്ക്വയർ നോക്കിയാൽ ശ്രദ്ധിച്ചിരുന്നോട്ടാ. 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 × 1 ശരിയല്ലേ? അപ്പോ 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2. 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 അല്ലെ? 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ കേട്ടാ. 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4. അപ്പൊ 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 5ന്റെ സ്ക്വയർ 5 × 5. 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 × 6 അല്ലെ? അപ്പൊ 1 × 1 എന്ന് പറഞ്ഞാൽ 1, 2 × 2 എന്ന് പറഞ്ഞാൽ 4 അല്ലെ? 3 × 3 എന്ന് പറഞ്ഞാൽ 9, സോറി 4 × 4 എന്ന് പറഞ്ഞാൽ 16, 5 × 5 എന്ന് പറഞ്ഞാൽ 25 അല്ലെ? 6 × 6 എന്ന് പറഞ്ഞാൽ 36. ഇനി പറയാൻ പറ്റുമോ? അപ്പൊ 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 7 × 7. 7 × 7 എന്ന് പറഞ്ഞാൽ 49. നമുക്കപ്പോ ഇവിടെ എഴുതി പോകാൻ പറ്റുമല്ലോ. ഇവിടെ ആരെ സ്ക്വയർ? അപ്പോ ആദ്യം 1ന്റെ സ്ക്വയർ വന്ന്, ശേഷം 4 വരുമ്പോ 2ന്റെ സ്ക്വയർ വന്ന്, 9 വരുമ്പോ ആരെ സ്ക്വയർ? 3ന്റെ സ്ക്വയർ വന്ന്, 16 വരുമ്പോ ആരെ സ്ക്വയർ? 4ന്റെ സ്ക്വയർ വന്ന്, അപ്പൊ 25 വരുമ്പോ ആരായിരിക്കും? 5ന്റെ സ്ക്വയർ വന്ന്, 36 വരുമ്പോ ആരാ? 6ന്റെ സ്ക്വയർ വന്ന്. അടുത്ത് എഴുതാൻ പറ്റൂല 49 എന്ന് പറഞ്ഞാൽ 7ന്റെ സ്ക്വയർ. അപ്പോ 8ന്റെ സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റുമല്ല അല്ലെ? 8ന്റെ സ്ക്വയർ ഈക്വൽ ടു 8 × 8 എത്രയാ? 64. അടുത്ത നമ്പർ ഏതായിരിക്കും? 64. ഇനി എഴുതാല 9ന്റെ സ്ക്വയർ 9 × 9 എത്രയാ? 81 അല്ലെ? 81. ഓക്കെ, അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഈ സ്ക്വയർ എന്ന് പറഞ്ഞാല്. ഇതിപ്പോ പഠിച്ചു പോകണം കേട്ടാ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 × 1. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് എക്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല്? എക്സിനെ 2 പ്രാവശ്യം ഗുണിക്കണത് x × x ആണ് എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എന്താ? y × y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? y സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോ a × a എന്ന് പറഞ്ഞാൽ എന്താ? a സ്ക്വയർ. ഒരേപോലത്തെ 2 എണ്ണത്തിനെ ഒരുമിച്ച് ഗുണിക്കുകയാണെങ്കിൽ എന്താ എഴുതാം? സ്ക്വയർ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ 10 × 10 എങ്ങനെ എഴുതാം? 10ന്റെ സ്ക്വയർ എഴുതിക്കൂടെ അല്ലെ? ഇപ്പൊ നോക്കി 20 × 20 ഇതിന് എങ്ങനെ എഴുതാം? 20ന്റെ സ്ക്വയർ അല്ലെ? നോക്കി ഇനി നോക്കി 30 × 30 ഇതിനെങ്ങനെ എഴുതാം? 30ന്റെ സ്ക്വയർ. മനസ്സിലായ? ഇതിനെയാണ് എന്ത് പറയാ? സ്ക്വയർ എന്ന് പറയും. ക്ലിയർ ആണോ? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയും. ഓക്കെ ആണോ? ഇനി നേരെ ചോദ്യത്തിൽ പോണതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യം കൂടി പറഞ്ഞുതരാം. ഇത്രയും മനസ്സിലായാലും ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി ഞാനിവിടെ 2 ഇക്വേഷൻ പഠിപ്പിക്കാം. 2 ഇക്വേഷൻ. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഇതിലൊരെണ്ണം നമ്മൾ ക്ലാസ്സിൽ എടുത്തതാണ്, മറ്റൊരെണ്ണം ക്ലാസ്സിൽ എടുക്കാത്തതാണ്. ഓക്കെ, അപ്പോ ക്ലാസ്സിൽ എടുത്ത ഇക്വേഷൻ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാം. ആദ്യം ഞാൻ ഇപ്പോ ഇവിടെ 2 ലെറ്റർ എഴുതാണ്. അതായത് എക്സ് പ്ലസ് y × u പ്ലസ് v. ഇതിപ്പോ നമ്പർ ആണെന്ന് വിചാരിക്കാം. നമ്പറേക്ക് എടുത്ത് പറയാം. അതിനു മുമ്പ്
ഇവിടെ ഈ രണ്ടും ബ്രാക്കറ്റിലാണ്, രണ്ട് ബ്രാക്കറ്റാണ് അല്ലെ. ആദ്യത്തെ ബ്രാക്കറ്റിൽ 2 നമ്പർ ഉണ്ട്, രണ്ടാമത്തെ ബ്രാക്കറ്റിൽ വേറെ 2 നമ്പർ ഉണ്ട്. അപ്പോ ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. എല്ലാവർക്കും, ചിലർക്കൊന്നും അറിയില്ല ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ, ചിലർക്കൊന്നും അറിയൂല. ഇപ്പൊ പഠിച്ചോ, അറിയാത്തതുകൊണ്ട് ഇപ്പൊ തന്നെ പഠിച്ചു നോക്കോട്ടോ. ഓക്കെ, അപ്പോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാന്നുള്ളത്. ഞാൻ പറയണ പോലെ അല്ലെങ്കിൽ ഞാൻ വരയ്ക്കണ പോലെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഞാൻ അതിനുശേഷം നമ്പറിൽ കാണിച്ചു തരാം. ആദ്യം ഇത് അറിയണം. ഓക്കെ, ആദ്യം ഇത് അറിയണം. അപ്പൊ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോണേ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ബ്രാക്കറ്റിൽ ഇതല്ലേ x+y എന്ന് പറയുന്നതാണ് ആദ്യത്തെ ബ്രാക്കറ്റ്. ആദ്യത്തെ ബ്രാക്കറ്റിൽ ആദ്യത്തെ ആള് ആരാ? എക്സ്. അപ്പൊ ഞാൻ എക്സിനെ എടുക്കുകയാണ്. എക്സിനെ കൊണ്ട് എന്ത് ചെയ്യാ? എക്സിനെ കൊണ്ട് ആ രണ്ടാമത്തെ ബ്രാക്കറ്റില ആദ്യത്തെ ആളെ ഗുണിക്കണം. അപ്പോ എക്സ് യു ഓക്കെ ആണോ? ആദ്യം ഇതിനെ രണ്ടിനെയും ഗുണിക്കണം. ശേഷം എന്താ? വീണ്ടും അപ്പുറത്തേന് എടുക്ക. ഏതാ? വി പ്ലസ് എക്സ് വി. ക്ലിയർ ആണോ? ആദ്യത്തെ ബ്രാക്കറ്റില ആദ്യത്തെ ആള് വെച്ച് രണ്ടാമത്തെ ബ്രാക്കറ്റില രണ്ടുപേരെയും ഗുണിച്ചു അല്ലെ. ഇനി എന്താ? കഴിഞ്ഞിട്ടില്ല. പ്ലസ് ആദ്യത്തെ ബ്രാക്കറ്റില രണ്ടാമത്തെ ആളാരാ? വൈ. വൈ കൊണ്ട് ആദ്യം യുവിനെ ഗുണിക്കാം. അപ്പോ വൈ യു പ്ലസ് ശേഷം വൈ വി. ഇങ്ങനെയാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എങ്ങനെയാ? ആദ്യത്തെ ബ്രാക്കറ്റില ആദ്യത്തെ ആള് വെച്ച് രണ്ടാമത്തെ ബ്രാക്കറ്റില രണ്ടുപേരെയും ഗുണിക്കണം അല്ലെ. ശേഷം ആദ്യത്തെ ബ്രാക്കറ്റിലെ രണ്ടാമത്തെ ആളെ വെച്ച് രണ്ടാമത്തെ ബ്രാക്കറ്റില രണ്ടുപേരെയും ഗുണിക്കണം. ഇതാണ് ചെയ്യുക. ഇത് അറിഞ്ഞിരിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ് ട്ടാ. ഇത് അറിഞ്ഞാലേ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്പറിന്റെ രൂപത്തിൽ ഞാൻ കാണിച്ചു തരാം. നമ്പറിന്റെ രൂപത്തിൽ ട്ടാ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ ട്ടാ. നമ്പറിന്റെ രൂപത്തിൽ നോക്കി ഞാൻ എന്ത് എഴുതിയാണ്? 30 + 1 ഇൻറ്റു 30 + 1. ഓക്കെ, എഴുതി, ജസ്റ്റ് എഴുതി. ഇവിടെ നേരത്തെ നമ്മുടെ ലെറ്റർ ആയിട്ടാണ് കൊടുത്തത്. ലെറ്റർ ആയിട്ട് എങ്ങനെ കൊടുത്ത്? എക്സും വൈയും യുവും വിയും ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിരുന്നത്. മൂളി നോക്കി. അതിനുവേണ്ടി ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്പറിലേക്ക് എഴുതി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം എന്താ? ആദ്യത്തെ ബ്രാക്കറ്റില ആദ്യത്തെ ആളാരാ? 30. 30 വെച്ച് ആദ്യം എന്ത് ചെയ്യാം? 30 വെച്ച് ആദ്യം ഈ 30 ഗുണിക്കാം. ഇൻറ്റു 30. സംശയമില്ലല്ല. ശേഷം ഈ 30 വെച്ച് ഈ 1 ഗുണിക്കാം. അപ്പോ പ്ലസ് 30 ഇൻറ്റു 1. സംശയം ഉണ്ടാണോ മക്കളെ? ഇല്ലല്ല. ആദ്യത്തെ ബ്രാക്കറ്റില ആദ്യത്തെ ആള് വെച്ച് രണ്ടാമത്തെ ബ്രാക്കറ്റിലെ രണ്ടുപേരെയും ഗുണിച്ചു. നടുക്ക് പ്ലസ് ആയതുകൊണ്ട് നമ്മൾ പ്ലസ് ഇട്ടു. പ്ലസ് ഇനി എന്താ? ആദ്യത്തെ ബ്രാക്കറ്റിലെ രണ്ടാമത്തെ ആള് അല്ലെ. അപ്പൊ 1 ഇൻറ്റു 30 പ്ലസ് അവസാനം ആരാ? 1 ഇൻറ്റു 1. ഓക്കെ, 30 ഇൻറ്റു 30 ഗുണിക്കാൻ എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുകയാണ്. പക്ഷെ അറിയാത്ത കുറച്ച് പേരുണ്ടാവൂലേ? ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോട്ടാ. നോക്കി, 30 ഇൻറ്റു 30 ഗുണിക്കാണ് നമ്മ. ഓക്കെ, അപ്പൊ ആദ്യം 0 വെച്ച് രണ്ടുപേരെയും ഗുണിക്കണം. 0 ഇൻറ്റു 0 0. 0 ഇൻറ്റു 3 എത്രയാ? 0. അതായത് നോക്കിയ മക്കളെ, എന്താ? 3 ഇൻറ്റു 0 എന്ന് പറഞ്ഞാ 0 ആണ്. 4 ഇൻറ്റു 0 എന്ന് പറഞ്ഞാ 0 ആണ്. 5 ഇൻറ്റു 0 എന്ന് പറഞ്ഞാ 0 ആണ്. 0 കൊണ്ട് എന്തിനേയും ഗുണിച്ചു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. നോക്കി, 100 ഇൻറ്റു 0 0. 500 ഇൻറ്റു 0 എത്രയാ? 0. 0 കൊണ്ട് എന്തിനേയും ഗുണിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്താ ഉത്തരം കിട്ടാ? 0. കഴിഞ്ഞില്ലല്ല. ഇനി ഇവിടെ ബാക്കി ചെയ്യാണ്ടല്ല. അപ്പൊ 3 ഇൻറ്റു 0 ഇത് വെച്ച് രണ്ടിനെ നമ്മൾ ഗുണിച്ചു കഴിഞ്ഞു. അടുത്ത ആള് 3 ആണ്. 3 ഇൻറ്റു 0 0. ശേഷം 3 ഇൻറ്റു 3 9. കൂട്ടാല അല്ലെ? 0 0 9. സംശയം ഉണ്ടാടാ? ഇല്ലല്ല. ഞാൻ എഴുതേണ്ട. പ്ലസ് 30 ഇൻറ്റു 1. 30 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 30 പ്ലസ് ഇനി നോക്കിയേ 1 ഇൻറ്റു 30 പ്ലസ് 1. സംശയമില്ലല്ല. ഇനി കൂട്ടുകാരാ 900 പ്ലസ് 30
31 കൂട്ടുമ്പ 1 3 3 6 9 ഇത്രേ ഉള്ളൂ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രം അറിഞ്ഞാൽ മതി, ബാക്കി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ക്ലാസ്സിൽ എടുത്ത മെത്തേഡ്. ക്ലാസ്സിൽ ഇങ്ങനെ ചെയ്യിപ്പിച്ച് ഒന്നുമില്ല, 2 ബ്രാക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബ്രാക്കറ്റില ആദ്യത്തെ ആള് വെച്ച് രണ്ടാമത്തെ ബ്രാക്കറ്റില 2 പേരെയും ഗുണിക്കണം. ശേഷം എന്താ, ആദ്യത്തെ ബ്രാക്കറ്റില രണ്ടാമത്തെ ആള് വെച്ച് രണ്ടാമത്തെ ബ്രാക്കറ്റില 2 പേരെയും ഗുണിക്കണം. കൂട്ടുമ്പോ ശ്രദ്ധിക്കണം, തെറ്റിപ്പോരുത്. ഗുണിക്കുമ്പോ ശ്രദ്ധിക്കണം, തെറ്റിപ്പോരുത് കേട്ടാ. കൂട്ടലും ഗുണിക്കലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് മാത്സിൽ. അത് എന്തായാലും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒരാള് പോലും അറിയാത്തുണ്ടാവരുത്. കൂട്ടണം, ഗുണിക്കണം, ഹരിക്കണം, എന്താ മൈനസ് ചെയ്യണം, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ഇതൊക്കെ എന്തായാലും ജീവിതകാലം മൊത്തം ഇനി +2 വരെ എവിടം വരെ പഠിക്കുകയാണെങ്കിലും തന്നെ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട മക്കളെ. ഇപ്പഴേ പഠിക്കാം. ഇപ്പഴേ പഠിച്ചു കഴിഞ്ഞാൽ വലിയ ഭാരമായിട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇത് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ സ്കൂളിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ എടുക്കാത്തൊരു മെത്തേഡാണ്. അതുകൂടി ഞാൻ പറയും കേട്ടോ. ഓക്കെ, അപ്പോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആണ്. നമുക്ക് എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കാം കേട്ടോ. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ശേഷം ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാണ്. അടുത്ത ഞാൻ പഠിപ്പിക്കാൻ പോണ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് ശ്രദ്ധിച്ചിരുന്നു എല്ലാവരും പണ്ട് ഒരു പടത്തിലുണ്ട്. ഞാൻ പറയാം, അതിന് മുമ്പ് പറയാം. ഇക്വേഷൻ എഴുതിയാണ് a+b². ഇതിന് ഹോൾ സ്ക്വയർ എന്നാ പറയാം. സ്ക്വയർ മോളിൽ നിന്ന് a+b² ഈക്വൽ ടു a² b² 2ab. ചിലവര് വേണമെങ്കിൽ ഇതിനെ വേറെ രീതിയിൽ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. വേണമെങ്കിൽ ഇത് a+, മിക്കവാറും നിങ്ങൾ സ്കൂളിൽ എടുത്തേക്കണത് a+b² ഈക്വൽ ടു a² + 2ab + b² എന്നായിരിക്കും നിങ്ങളുടെ സ്കൂളിൽ എടുക്കാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. ഓക്കെ, ഇനി അവിടെ എടുക്കണ വേറെ എന്ന് പറയണ്ട, ഞാൻ ഇത് തന്നെ എടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പൊ പുതിയതായിട്ടുള്ള ഇക്വേഷൻ ആണ് പഠിച്ചു വെച്ചു. a+b² ഈക്വൽ ടു a² + 2ab + b². ഓക്കെ, a² + 2ab + b². മറക്കരുത്, ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പോ നേരത്തെ നമ്മൾ ചോദ്യം ചെയ്തിരുന്നു. എന്തിനാ നമ്മ ഈ 31 30 + 1 × 30 + 1 ഇത് ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് 961 ഉത്തരം കിട്ടിയത്. അപ്പോ ഇതേ സെയിം സാധനം തന്നെ ഞാൻ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി 30 + 1 ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ അർത്ഥം 2 എണ്ണം ഉണ്ട്, 2 എണ്ണം. സ്ക്വയർ എന്ന് പറഞ്ഞ അർത്ഥം 2 ആണ്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അപ്പൊ നോക്കിയേ, 2² എന്ന് പറഞ്ഞാൽ 2 × 2 2 എണ്ണം അല്ലെ. അപ്പോ 30 + 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന അർത്ഥം 30 + 1 × 30 + 1. ക്ലിയർ ആണോ? ഇത് ഞാൻ എന്താക്കി, ഒരൊറ്റ ഇതാക്കി എഴുതി. ഇനി നോക്കി, ഈ ഒരു ഇക്വേഷൻ ഞാൻ കൊടുക്കാൻ പോവാണ്. ആദ്യം a² ട്ടോ. ആദ്യം a². ഇവിടെ a എന്ന് പറഞ്ഞാൽ എയുടെ പൊസിഷൻ ആദ്യം കിടക്കണ ആരാ, 30 അല്ലെ. അപ്പൊ 30ന്റെ സ്ക്വയർ പ്ലസ് ഇവിടെ എന്താ 2ab. ആദ്യം 2 × നോക്കിയേ മക്കളെ, ഇവിടെ നോക്കിയേ, 2ab എന്ന് പറഞ്ഞാ 2 × a × b എന്ന അർത്ഥം മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, 4ab എന്ന് പറഞ്ഞ അർത്ഥം 4 × a × b. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ 6ab എന്ന് പറഞ്ഞ അർത്ഥം 6 × a × b. അപ്പൊ നോക്കി, ab എന്ന് പറഞ്ഞ അർത്ഥം ab എന്ന് പറഞ്ഞാൽ a × b. xy എന്ന് പറഞ്ഞ അർത്ഥം xy x × y. ക്ലിയർ ആണോ? അപ്പോ ഇവിടെ 2ab എന്ന് പറഞ്ഞ അർത്ഥം 2 × a × b. ഇവിടെ എയുടെ പൊസിഷൻ ആരാണ്? 30 × ബിയുടെ പൊസിഷൻ ആരാ, 1 പ്ലസ് അവസാനം b². ഏറ്റവും അവസാനത്തെ ആളുടെ സ്ക്വയർ ആരാ, 1ന്റെ സ്ക്വയർ. എഴുതാല 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 30 × 30 നമ്മ ചെയ്തില്ലേ, എത്രയാ, 900 പ്ലസ് 2 × 30 60 അല്ലെ. 2 × 3 6. ആ പൂജ്യം കൊടുത്തു കഴിഞ്ഞാൽ 60 പ്ലസ് 1ന്റെ സ്ക്വയർ 1 × 1 1
ഈക്വൽ ടു 961. സെയിം ആൻസർ കിട്ടിയില്ലേ? രണ്ട് വഴിയിലും നമുക്ക് സെയിം ആൻസർ കിട്ടിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് ചെയ്യാം, ഇഷ്ടമുള്ളത് ഏതാണോ അത് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എഴുതാം. a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ് കേടാ. ഇത്രയും ബേസ് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ അറിഞ്ഞാൽ മതി. ഇനി ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിവിടെ കുറച്ച് നമ്പർ എഴുതിയിട്ടുണ്ട്. കാണാൻ പറ്റുന്ന 11ന്റെ സ്ക്വയർ, 12ന്റെ സ്ക്വയർ, 13ന്റെ സ്ക്വയർ. ഇത് നമുക്ക് ഞാൻ രണ്ട് രീതിയിൽ എഴുതാം. രണ്ട് രീതിയിൽ ഞാനിപ്പോ എഴുതുന്നില്ല. ഏത് വെച്ച് ചെയ്യാം? നമുക്ക് ഏത് വെച്ച് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ഇട്ട് ചെയ്യാം. a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇത് വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ മക്കളെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇട്ട് വെക്കേണ്ട, ഇതൊന്നും മായ്ക്കൂല. ഇത് നമുക്ക് ആവശ്യം പറഞ്ഞ കേട്ടോ. എന്താ പഠിച്ചു വെച്ചോ? a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. 2ab പ്ലസ് ബി സ്ക്വയർ കേട്ടോ. അപ്പൊ ഞാൻ ദേ ചെയ്യാൻ പോകണേ, ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. നോക്കിയാ മക്കളെ, 11ന്റെ സ്ക്വയർ. ഒരു മിനിറ്റ് ഇവിടെ നോക്കട്ടോ. നോക്കി, 25ന്റെ സ്ക്വയർ എന്താ പറഞ്ഞ അർത്ഥം? 25 ഇൻറ്റു 25. ഇതാണ് അർത്ഥം. അപ്പൊ ഞാനിതിനെ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നുണ്ട്. അതായത് ഈ 25ന 20 പ്ലസ് 5 എന്ന് എഴുതിയാണ്. ബുദ്ധിമുട്ടുണ്ടോ? 25 അല്ലേ? ഇതിനെ ഞാൻ എന്ത് ചെയ്യണ്? 20 പ്ലസ് 5 എന്ന് എഴുതിയാണ്. ഓക്കെ, അടുത്ത് നോക്കിയെന്നാ 35ന്റെ സ്ക്വയർ എനിക്ക് എങ്ങനെ എഴുതാം? 30 പ്ലസ് 5 ഇൻറ്റു 30 പ്ലസ് 5 എഴുതിക്കൂടെ? അല്ലെ? നോക്കി, 46ന്റെ സ്ക്വയർ 40 പ്ലസ് 6 ഇൻറ്റു 40 പ്ലസ് 6. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ല. അങ്ങനെയാണെങ്കിൽ ഈ 11നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ പഠിച്ചാണ് എങ്ങനെ എഴുതാൻ പറ്റും. 11 10 പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇത് ഏത് ഫോമാ? ഇപ്പൊ a പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഇനി ചെയ്യാല. a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ. ഏറ്റവും ആദ്യം കിടക്കുന്നത് ആരാ? ഏറ്റവും ആദ്യം കിടക്കുന്ന ആരാ? a ആണ്. രണ്ടാമത് v ആണ്. അല്ലെ? ആദ്യം a കിടക്കും, പിന്നെ v കിടക്കും. a പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പൊ ആദ്യം a സ്ക്വയർ. അപ്പൊ 10ന്റെ സ്ക്വയർ പ്ലസ് 2നെ മറക്കരുത്. 2 ഇൻറ്റു a ഇൻറ്റു b, 2ab, 2 ഇൻറ്റു a ഇൻറ്റു b. അല്ലെ? അപ്പൊ a എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു b എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1ന്റെ സ്ക്വയർ. 10ന്റെ സ്ക്വയർ 10 ഇൻറ്റു 10 എത്രയാ? 10 ഇൻറ്റു 10 100. അല്ലെ? 100 പ്ലസ് 20 അല്ലെ? 2 ഇൻറ്റു 10 20. 20 ഇൻറ്റു 1 20 പ്ലസ് 1 എത്രയാ? 121. ക്ലിയർ ആണോ? അല്ലെ? ക്ലിയർ ആണ്. ഇതിനെ വേറെ ഒരു രീതി കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഒരു റെക്ടാംഗിൾ രൂപത്തേക്ക് മാറ്റിയാണ്. ഓക്കെ, വേറൊരു രീതി നോക്കിയ മക്കളെ. നോക്കി, ഇവിടെ ഞാൻ ഇതിനാ ഒരു റെക്ടാംഗിൾ വരയ്ക്കുകയാണ്. റെക്ടാംഗിൾ കേട്ടോ. ശേഷം 4 എണ്ണാക്കി, ഇതിനെ 4 കള്ളിയാക്കി. റെക്ടാംഗിളിനാ 4 കള്ളിയാക്കി. അപ്പോ ഈ 11ന്റെ സ്ക്വയറിനാ ഞാൻ എങ്ങനെ എഴുതിയത്? 10 പ്ലസ് 1 ഇങ്ങനെയല്ലേ എഴുതിയത് 11ന്റെ സ്ക്വയറിനാ. അപ്പൊ ഞാൻ എഴുതിയത് 10ഉം 1ഉം 10ഉം 1ഉം. ഓക്കെ, ശേഷം ശ്രദ്ധിച്ചോട്ടോ. 10 ഇൻറ്റു 10 ഇവിടെ ചെയ്യേണ്ടത് 10 ഇൻറ്റു 10. ഇവിടെ ചെയ്യേണ്ടത് 10 ഇൻറ്റു 1. 10 ഇൻറ്റു 1. ഇവിടത്തെ ആദ്യത്തെ കളി നമ്മൾ എന്ത് ചെയ്തത്? ഇതിനെയും ഗുണിച്ചു, ഇതിനെയും ഗുണിച്ചു. ഇനി അടുത്ത് ഞാൻ ഈ 1നെയും 10നെയും ഗുണിക്കാണ്. 1 ഇൻറ്റു 1 ഇൻറ്റു 10. ശേഷം ഈ 1നെയും ഞാൻ ഗുണിക്കാണ്. 1 ഇൻറ്റു 1. ഉത്തരം എഴുതേണ്ട മക്കളെ. ഉത്തരം ഞാൻ വേറെ കളറിൽ എഴുതാം. വേറെ കളർ. 10 ഇൻറ്റു 10 100. 10 ഇൻറ്റു 10 100. 10 ഇൻറ്റു 1 10. ഓക്കെ, 1 ഇൻറ്റു 10 10. 1 ഇൻറ്റു 1 1. ശേഷം ഞാൻ നേരെ കൂട്ടി എഴുതണം. നേരെ കൂട്ടി എഴുതണം. ഇത് രണ്ടും കൂട്ടി 100ഉം 10ഉം കൂട്ടിക്കഴിഞ്ഞാൽ 110. ശേഷം 10ഉം 1ഉം കൂട്ടിക്കഴിഞ്ഞാൽ 10ഉം 1ഉം കൂട്ടിക്കഴിഞ്ഞാൽ 11. ഇതിനെ ഞാൻ കൂട്ടിയാണ്. ഈ രണ്ടെണ്ണത്തിന് ഞാൻ കൂട്ടിയാണ്. 0ഉം 1ഉം കൂട്ടിക്കഴിഞ്ഞാൽ 1, 1 കൂട്ടിക്കഴിഞ്ഞാൽ 2, ബാക്കി 1. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? അതായത് ഇതും അറിയൂല, ഇത്രയും ഭാഗം നിങ്ങൾക്ക് അറിയൂല എന്ന് വിചാരിക്കാം.
ഇത്രയും ഭാഗം നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കാം. പക്ഷേ ഇങ്ങനെ ചോദിച്ചാലും ഇങ്ങനെ ട്രയാങ്കിൾ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ കേട്ടോ, റെക്റ്റാങ്കിൾ ആയിട്ട് ചോദിച്ചാൽ പോലും എന്ത് ചെയ്യണം, ചെയ്യാൻ പറ്റണം. ഇങ്ങനെ പെട്ടിയിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 11ന്റെ സ്കോർ നമുക്ക് എങ്ങനെ എഴുതി? ആദ്യം സ്പ്ലിറ്റ് ചെയ്തു, 10+1 എഴുതി. ശേഷം ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എന്താ വെച്ചാൽ ആദ്യം 10ഉം 1ഉം ശേഷം ഇത് രണ്ടും ഗുണിക്കാം, ഇത് ഗുണിക്കാം, ഇത് ഗുണിക്കാം. അതാണ് ഏറ്റവും ആദ്യത്തെ കള്ളിയിൽ എഴുതേണ്ടത്. ശേഷം ഇതും ഗുണിക്കാം, പിന്നെ ഇതും ഗുണിക്കാം. ക്ലിയർ ആണോ? ഇങ്ങനെയും ചെയ്യണം. ഓക്കെ, ഇങ്ങനെയും ചോദിക്കാറുണ്ട് എക്സാമിന്. അങ്ങനെയാണല്ലേ നിങ്ങൾ 12ന്റെ സ്കോർ ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ? 12ന്റെ സ്കോർ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചു വെച്ചോട്ടോ, ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചു വെച്ചോട്ടോ. ഓക്കെ, 12ന്റെ സ്കോർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഒറ്റക്ക് ചെയ്ത് നോക്കാം കേട്ടോ 12ന്റെ സ്കോർ കേട്ടോ. ഓക്കെ, ആദ്യം നമുക്ക് A+B ഹോൾ സ്കോർ ചെയ്യാം. എന്റെ ഒപ്പം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്റെ ഒപ്പം തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്റെ ഒപ്പം തന്നെ ചെയ്ത് നോക്കിയോ. കിട്ടണോടാണെങ്കിൽ എന്റെ ഒപ്പം എന്നെ വെയിറ്റ് ചെയ്യേണ്ട, എന്നെക്കാളും മുമ്പ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് ഉത്തരം കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഇട്ടോട്ടോ. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എന്തുണ്ടാവും? ചാപ്റ്റർ എക്സാം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും. റെക്റ്റാങ്കിൾ ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ ഈ A+B ഹോൾ സ്കോർ വെച്ചാലും ചെയ്യാം, അല്ലെങ്കിൽ H+Y × U+V വെച്ചാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഈ 12ന്റെ സ്കോർ എഴുതി. ഓക്കെ, 12ന്റെ സ്കോർ 12 ഹോൾ സ്കോർ എഴുതി. ആദ്യം റെക്റ്റാങ്കിളിലെ വരയ്ക്കാം. റെക്റ്റാങ്കിളിലാണ് നോക്കാം ആദ്യം. ഓക്കെ, ആ 12 10+2ന്റെ ഹോൾ സ്ക്വയർ എഴുതാലപ്പ. 12ന്റെ സ്ക്വയർ ഞാൻ എങ്ങനെ എഴുതി? 10+2 എഴുതി. റെക്റ്റാങ്കിൾ നേരെ വരച്ചു, 4 കള്ളി വരച്ചു. ആദ്യം ഇവിടെ 10 എഴുതി, ഇവിടെ 2 എഴുതി, ഇവിടെ 10 എഴുതി, ഇവിടെ 2 എഴുതി. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത കാര്യങ്ങൾ എഴുതി, 10ഉം 2ഉം എഴുതി. നോക്കിനി 10ഉം 10ഉം ഗുണിക്കാം, ഇത് രണ്ടാദ്യം ഗുണിക്കാം, ഇത് രണ്ടും ഗുണിക്കാം അല്ലെ? ഇത് അങ്ങനല്ലേ ചെയ്തത് അല്ലെ? ഓർക്കണേ നേരത്തെ 10 × 10. ശേഷം ഇത് രണ്ടും ഗുണിക്കാം, 10 × 2. ശേഷം ഇത് രണ്ടും ഗുണിക്കാം, 2 × 10. ശേഷം ഇത് രണ്ടും ഗുണിക്കാം, 2 × 2. ഓക്കെ, ആൻസർ എഴുതാല 100, 20, 4. നേരെ കൂട്ടിക്കോ, അങ്ങോട്ട് കൂട്ടി എഴുതിക്കോ, വേഗം കൂട്ടി എഴുതിക്കോ. 10, 100, 20 കൂട്ടിക്കഴിഞ്ഞാൽ 120, 20, 4 കൂട്ടിക്കഴിഞ്ഞാൽ 24. നേരെ കൂട്ടാ 4, 4, 1. അപ്പൊ 144 നമുക്ക് കിട്ടിയ റെക്റ്റാങ്കിൾ ചെയ്യുമ്പോൾ കിട്ടിയ ഉത്തരം. ഓക്കെ, നമുക്ക് ഇനി A+B ഹോൾ സ്ക്വയർ ചെയ്ത് നോക്കിയാലോ? ചെയ്യാം, വാ. A ആണിത്, ഇത് B ആണ്. അപ്പോ A² + 2AB + B സ്ക്വയർ, ഇതാണ് നമ്മുടെ ഫോർമുല അല്ലെ? അപ്പൊ A എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ + 2 × A എന്ന് പറഞ്ഞാൽ 10 × B എന്ന് പറഞ്ഞാൽ 2 × ബിന്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ. അപ്പോ 10ന്റെ സ്ക്വയർ 100 + 2 × 10 20. ശരിയാണോ? ശരിയാണ്. 20 × 2 20. നോക്കിയേ, 20 × 2 2 × 0 0, 2 × 4 സോറി 2 × 2 4. അപ്പോ 40 പ്ലസ് 2ന്റെ സ്ക്വയർ 4 അല്ലെ? കൂട്ടി എഴുതാല. അപ്പോ 100ഉം 40ഉം 140, 140 144. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 13ന്റെ സ്ക്വയർ നിങ്ങൾക്ക് എന്താ ഹോംവർക്ക് ആയിട്ട് ചെയ്യാനുള്ളതാണ്. എങ്ങനെയൊക്കെ ചെയ്യണം? റെക്റ്റാങ്കിളിന്റെ രൂപത്തിലും ചെയ്യണം, അതേപോലെ തന്നെ എന്തിലും ചെയ്യണം? A+B ഹോൾ സ്ക്വയർ ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ H+Y × U+V ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇത് പക്കയാണോ? ഓക്കെ ആണോ? ഇത് മനസ്സിലാക്കി പോണം. ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ 8ാം ക്ലാസ്സിലെ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഏതിലുള്ള നമ്പർ തന്നു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി. സ്പ്ലിറ്റ് ചെയ്യാൻ അറിഞ്ഞാൽ മതി, പിന്നെ ഇക്വേഷൻ അറിഞ്ഞാൽ മതി, ചെയ്യാൻ പറ്റും. അപ്പൊ 76ന്റെ സ്കോർ ഇതിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ മാത്രം അറിഞ്ഞാൽ മതി. 70 + 6 ഇത് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. ഇത് മാത്രം സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. പിന്നെ സ്ക്വയർ എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലാക്കണം. അവിടെ 2 ഉണ്ടാവും, 2. നോക്കിയേ, 76 × 76 ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 2 ഉണ്ടാവും. ഓക്കെ, 50ന്റെ സ്ക്വയർ 50 × 50 ഒന്നുമില്ല, അവിടെ 2 ഉണ്ടാവും. അത്ര ഒന്നും ആലോചിച്ച സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2. ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്തത് എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും
എല്ലാവരും തെറ്റിക്കണ ഒരു കാര്യമാണ് പോയിന്റ് വരുമ്പോ അയ്യോ സാറേ എനിക്ക് പോയിന്റ് ഇട്ട് കൂട്ടാൻ അറിയില്ല, പോയിന്റ് ഇട്ട് കുടിക്കാൻ അറിയില്ല, അങ്ങനെ പറയണ കുറെ പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, ആദ്യം ഞാൻ പഠിപ്പിച്ചുതരാം പോയിന്റ് ഇട്ട് എങ്ങനെ ഗുണിക്കണം അല്ലെങ്കിൽ പോയിന്റ് ഇട്ട് എങ്ങനെ കൂട്ടണം എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരും. ഓക്കെ, ചെയ്യാം നമുക്കെന്നാ. ഓക്കെ, ചെയ്യാം. ആദ്യം പോയിന്റ് ഇട്ട് കൂട്ടാൻ പഠിക്കാം. പോയിന്റ് ഇട്ട് കൂട്ടാൻ പഠിക്കാം. നോക്കി ശ്രദ്ധിച്ചോട്ടാ. പോയിന്റ് ഇട്ട് കൂട്ടാൻ ഇപ്പൊ ഞാൻ എഴുതിയാണ് 2.74 പ്ലസ് 5.64. ഓക്കെ, ഗുണിക്കണം, ആദ്യം കൂട്ടാൻ പഠിക്കാം. അപ്പൊ ഞാൻ ഈ പോയിന്റ് ഇട്ട് എങ്ങനെ കൂട്ടാം എന്നാലോചിക്കണേ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എഴുതാം. നമുക്ക് നോക്കാം കൂട്ടേണ്. അപ്പൊ ഞാൻ ഈ രണ്ട് നമ്പർ, ആദ്യം ഒരു നമ്പർ ഞാൻ എഴുതുകയാണ്. 2.74 പ്ലസ് 5.64. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ പോയിന്റ് കണ്ട, പോയിന്റ്, ഈ പോയിന്റിനാ, ആ പോയിന്റ് എവിടെയാണോ ആദ്യത്തെ നമ്പറിൽ കിടക്കണത് അതിന്റെ അവിടെ ആ പോയിന്റ് ഇടാം. പോയിന്റിന്റെ തൊട്ടിപ്പുറം ഏത് നമ്പറാ? 5. പോയിന്റ് തൊട്ടപ്പുറം എത്ര നമ്പർ ഉണ്ട്? 6ഉം 4ഉം. അങ്ങോട്ട് എഴുതാ കൂട്ടാ. ഇത്രേ ഉള്ളൂ. പോയിന്റ് വരണ കറക്റ്റ് ആണെന്ന് നോക്കിയാൽ മതി. പോയിന്റ് വരണത് കറക്റ്റ് ആണെന്ന് നോക്കിയാൽ മതി. 4ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാ 8. ശരിയല്ലേ? 6ഉം 7ഉം കൂട്ടിക്കഴിഞ്ഞാ 13. ശിഷ്ടം 1 ഞാൻ കൊടുത്ത് താഴെ ഈ പോയിന്റിനെ നേരെ അങ്ങോട്ട് ഇട്ടോളാം കേട്ടാ. പോയിന്റിനെ മറക്കരുത്. നമ്മ ഈ പോയിന്റ് ഒരു പോലാക്കിയത് താഴെ ഉത്തരത്തിൽ വരുമ്പോ എന്ത് വേണം? പോയിന്റ് വരണം. 5ഉം 1ഉം 6, 6ഉം 2ഉം 8. ഇങ്ങനെ പോയിന്റ് ഇട്ട് കൂട്ടാം. ഓക്കെ, ഒരെണ്ണം കൂടി ഞാൻ പറഞ്ഞേ. നോക്കിയേ, 4.8 പ്ലസ് 7.33. കൂട്ടാം നമുക്കൊന്ന്. ഓക്കെ, കൂട്ടാൻ ശ്രദ്ധിച്ചോട്ടാ. എളുപ്പമാണ് മക്കളെ, ഭയങ്കര എളുപ്പമുണ്ടാ. വേറെ ഒന്നുമില്ല, എഴുതാം. 4.88 പ്ലസ്, ഇത് എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം പോയിന്റ് എവിടെയാണോ അവിടെ ആദ്യം പോയിന്റ് ഇട്ട് വെച്ചാ തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയാണ്. പോയിന്റ് അപ്പുറം 2 നമ്പർ ഉണ്ട്, ആ 2 നമ്പർ ഇട്ടോ. 3ഉം ഇപ്പുറത്തെ നമ്പർ ഉണ്ട് ഒരു 7 കൂട്ടാല. 8ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാ 11. ശരിയല്ലേ? 3ഉം 1ഉം 4, 4ഉം 8ഉം 12, 2, 1. ഈ പോയിന്റിനെ ഇറക്കിട്ടോളാം, മറക്കരുത്. പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റ് മറക്കരുത്. പോയിന്റ് അങ്ങനെ തന്നെ ഇറക്കിട്ടോളാം. കൂട്ടാല. 7ഉം 1ഉം 8, 8ഉം 4ഉം 12. ഇങ്ങനെ ഉത്തരം വരാം. ഇതിന് വായിക്കാം. 12.21 വായിച്ചു കഴിഞ്ഞാൽ തലമണ്ടയ്ക്ക് ഞാൻ അടിക്കും. വായിക്കേണ്ടത് 12.21. ഓക്കെ, അങ്ങനെ വായിക്കണം കേട്ടാ. പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ എണ്ണിയാ മതി. 2, 1, 21 വായിക്കരുത്, തെറ്റാണത്. ഓക്കെ, മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. ഇനി പോയിന്റ് ഇട്ട് ഗുണിക്കാൻ ഞാൻ പഠിപ്പിച്ചത്. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അതാണ് ഞാൻ 2 പ്രോബ്ലം വെറുതെ കാണിച്ചു തന്നത്. ഓക്കെ, ഇനി പോയിന്റ് ഇട്ട് ഗുണിക്കാൻ എങ്ങനെ നോക്കാം. ശ്രദ്ധിച്ചോട്ടാ. 2.5 ഇൻറ്റു 4. പേടിക്കാനൊന്നുമില്ല, കുടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കുടിക്കാൻ ഒന്നും ചെയ്യണ്ട. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമാണ് ആദ്യം ചെയ്യേണ്ടത്. ഏത് മാത്രം? ആ പോയിന്റിനെ കൂട്ടണ്ട, പോയിന്റ് ഇല്ലാണ്ട് കുടിക്കാം. പോയിന്റിന് 2.5 പോയിന്റ് ഇല്ലാണ്ടാവുമ്പോ 25.4. ഇതാണ് അർത്ഥം അല്ലെ? 25.4. 25 ഇൻറ്റു 4. പോയിന്റ് കൂട്ടാണ്ട് ഞാൻ പോയിന്റ് കൂട്ടില്ല. പോയിന്റ് കൂട്ടുമ്പോ 2.5 വരും. ശരിയല്ലേ? പോയിന്റ് കൂട്ടാണ്ടിരിക്കുമ്പോ 25 ഇൻറ്റു 4. പോയിന്റ് കൂട്ടില്ല. പോയിന്റ് കൂട്ടാണ്ട് ഞാൻ കുടിക്കുമ്പോ എനിക്ക് ഉത്തരം 100 കിട്ടും. 100. 25 4 പ്രാവശ്യം കൂട്ടിക്കഴിഞ്ഞാൽ 100 അല്ലേ? 25 25 50, 50 25 75, 75 25 100. ഓക്കെ, ഇനി ഞാൻ പോയിന്റ് ഇടണം. എവിടെ പോയിന്റ് ഇടും? ഗുണിച്ചു കഴിഞ്ഞാൽ അടുത്ത ചിന്തിക്കേണ്ട കാര്യമാണ് എവിടെ പോയിന്റ് ഇടണം. നമ്മ ഒരു പോയിന്റ് മാറ്റിയിട്ടല്ലേ ഗുണിച്ചത്. അപ്പൊ പോയിന്റ് നോക്കണ്ടേ? പോയിന്റ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കിൽ നിന്ന് എത്ര നമ്പർ നീങ്ങിയാണ് പോയിന്റ് കിടക്കണം നോക്കാം. എത്ര നമ്പറാ? ഒരു നമ്പർ നീങ്ങിയാണ് പോയിന്റ് കിടക്കുന്നത്. അപ്പൊ ഉത്തരത്തില് ബാക്കിൽ നിന്ന് എത്ര നമ്പർ നീക്കി പോയിന്റ് ഇടണം? ഒരു നമ്പർ നീക്കി പോയിന്റ് ഇടണം. അപ്പൊ ഇവിടെ ഒരു നമ്പർ നീക്കി പോയിന്റ് എന്ന് പറയുമ്പോ ഇവിടെ പോയിന്റ് വരും. മനസ്സിലായ? അതായത് വേറെ ഒന്നുമില്ല, പോയിന്റ് എടുത്ത് മാറ്റാം, എന്നിട്ട് ഗുണിക്കാം. ഉത്തരത്തില് ഇവിടെ ചോദ്യത്തില് 2.5 എന്നാണ്. അപ്പോ ബാക്കിൽ നിന്ന്
എത്ര സ്ഥാനം നീയാണ് പോയിന്റ് അടക്കുക? ഒരു സ്ഥാനം അല്ലെ, ഒരു സ്ഥാനം. അതിനുശേഷം ഇവിടെ എത്ര സ്ഥാനം ഇപ്പൊ നീക്കി പോയിന്റ് ഇടണം? എത്ര നമ്പർ നീക്കി പോയിന്റ് ഇടണം? ഒരു നമ്പർ നീക്കി പോയിന്റ് ഇടണം. അത്രേ ഉള്ളൂ. ഒരു കാര്യം ചോദിക്കട്ടെ, 10.0 ഇതിന്റെ ഉത്തരം എന്താ? ഉത്തരം ഇതാണ്. പക്ഷേ പോയിന്റിന്റെ അപ്പുറം 0 ഉണ്ടെങ്കിൽ എന്തിന് വിലയില്ല? പോയിന്റിനും 0ത്തിനും വിലയില്ല. അതായത് ഉത്തരം 10 വരുള്ളൂ. ഓക്കെ, 20.0 ഉത്തരം എത്രയാ? 20 കാരണം പോയിന്റിന്റെ അപ്പുറം 0 ആണെങ്കിൽ എന്തിന് വില ഉണ്ടാവൂല? പോയിന്റിന് വിലയില്ല. പോയിന്റിനെ കൂട്ടൂലാമ. 20 ഉത്തരം വരുള്ളൂ. മനസ്സിലായ? 30.0 ഉത്തരം 30 വരുള്ളൂ. 40.0 എത്ര വരുള്ളൂ? 40 വരുള്ളൂ. മനസ്സിലായ? 40.01 ഇതിന്റെ ഉത്തരം തന്നെയായിരിക്കും. 0ത്തിന്റെ അപ്പുറം നമ്പർ ഉണ്ട്. അപ്പൊ ഇത് തന്നെയാണ് ഉത്തരം. മനസ്സിലായ? 50.00 എന്തായിരിക്കും നമ്മുടെ ഉത്തരം? 50 ഉത്തരം. മനസ്സിലായ? 80 അല്ല കേട്ടോ, അത് 50 50 അപ്പൊ പോയിന്റിന് അപ്പുറം 0 ആണെങ്കിൽ ആർക്ക് വിലയില്ല? പോയിന്റിന് വിലയില്ല. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ, അപ്പൊ ഗുണിക്കാനും പഠിച്ചു. ഇനി നമുക്കിത് ചെയ്യാം. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ ചെയ്യണ പോലെ തന്നെ a+b² ചെയ്യാം. a+b² = a²+2ab +b². ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി എന്റെ മക്കള്. ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റൂട്ടാ. ഓക്കെ, ചെയ്യാലോ. ശ്രദ്ധിച്ചു കേട്ടോ. ഞാനിപ്പോ എക്സാമ്പിൾ ചെയ്യാൻ പോണ എക്സാമ്പിൾ ഒരെണ്ണം കാണിച്ചു തരാം. ഇപ്പൊ 7.6 ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. എങ്ങനെ എഴുതണം നോക്കിയേ? 7+0.6 ഇങ്ങനെയാ എഴുതാം. 7+0.6. അപ്പോ 8.6 എങ്ങനെ എഴുതാം? 8+0.6. ക്ലിയർ ആണോ? 9.10 എങ്ങനെ എഴുതാം? 9+10 9+0.10 എഴുതാം. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി എന്തേ ഇവിടെ തുടങ്ങാൻ പോയേ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. 2.3ന്റെ സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാല. എങ്ങനെ എഴുതാം? 2+0.3ന്റെ സ്ക്വയർ ഏത് ഫോമിൽ ചെയ്യാന്ന് ഞാൻ പറഞ്ഞത്? ഏത് ഫോമാ? a²+b² +2ab അല്ലെ? ഈ ഫോമിൽ ചെയ്യാം. നേരത്തെ പഠിച്ച ഇങ്ങനെ തന്നെയാണോ? ഇങ്ങനെ തന്നെയാണ് നേരത്തെ പഠിച്ചത്. പക്ഷേ തിരുത്തണ്ട, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട കേട്ടോ. a+b² = a²+2ab +b² കേട്ടോ. ഇത് പഠിച്ചിരിക്കണം കേട്ടോ മക്കളെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ തന്നിട്ടായിരിക്കും നമുക്ക് നമ്പർ താഴെ തരാം, എന്നിട്ട് അതേപോലെ ചെയ്യാൻ പറയും. അങ്ങനെ മിക്കപ്പോഴും ചോദ്യം വരാറ്. അപ്പോ ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ ബി. എഴുതാലപ്പ അല്ലെ? എഴുതാം നമുക്ക് എഴുതാം. ഓക്കെ, എഴുതാം. അപ്പോ a², ആദ്യം a². അപ്പൊ 2ന്റെ സ്ക്വയർ പ്ലസ് 2 × a × b. അപ്പൊ 2 × a എന്ന് പറഞ്ഞാൽ 2 × b എന്ന് പറഞ്ഞാൽ 0.3 × 0.3ന്റെ ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. 2ന്റെ സ്ക്വയർ 4 പ്ലസ് 2 × 2 ഇവിടെ എന്തേ? 2 × 2 × 0.3 നോക്കട്ടാ. 2 × 2 4 × 0.3. അപ്പൊ പോയിന്റ് വെച്ച് ഗുണിക്കുമ്പോ ഞാൻ എന്ത് പറഞ്ഞു? പോയിന്റിനെ കൂട്ടണ്ട എന്നിട്ട് ഗുണിക്കാൻ പറഞ്ഞു. അപ്പൊ പോയിന്റിനെ കൂട്ടണ്ട വരുമ്പോ 3 ശരിയല്ലേ? 3 ഞാൻ ഈ പോയിന്റിനെ വായിച്ചാൽ 3. അപ്പൊ 4 × 3 12. ഇവിടെ എത്ര സ്ഥാനം ബാക്കിൽ നിന്ന് എത്ര സ്ഥാനം നീങ്ങിയ പോയിന്റ് അടക്കണം? എത്ര നമ്പർ നീങ്ങിയ? ഒരു നമ്പർ. അപ്പൊ നമുക്ക് ഉത്തരത്തില് പോയിന്റ് ഇടണമല്ല. അപ്പൊ എത്ര നമ്പർ നീക്കി പോയിന്റ് ഇടണം? ഒരു നമ്പർ നീക്കി പോയിന്റ് ഇടണം. ഒരു നമ്പർ നീക്കി പോയിന്റ് ഇടുമ്പോ 1.2. ക്ലിയർ ആണോ? അല്ലെ? അപ്പൊ +1.2. പ്ലസ് ആണ് കേട്ടോ, അവിടെ ശ്രദ്ധിക്കണം. +3 × 0.3 നോക്കി. 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ടെന്ന് അർത്ഥം. 2 എണ്ണം കേട്ടോ. അപ്പൊ 0.3 × 0.3. അപ്പൊ എന്തിനെ കൂട്ടണ്ട? പോയിന്റിനെ കൂട്ടണ്ട. പോയിന്റിനെ കൂട്ടാണ്ടാകുമ്പോ അല്ലെ എന്താ? 3 × 3 എത്രയാ? 9 ഉത്തരം വരാം. പക്ഷേ പോയിന്റ് ഇടണം. ഇവിടെ
ഒരു സ്ഥാനം നീങ്ങി പോയിന്റ് അടക്കുന്നുണ്ട്. ഒരു പോയിന്റ് ഉള്ളൂ ചോദ്യത്തില്? അല്ല. അല്ലെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇവിടെയും ഒരു പോയിന്റ് അടക്കണില്ലേ? ശരിയല്ലേ? മൊത്തത്തിൽ 2 പോയിന്റ് വെച്ച് വരണില്ലേ? അല്ലെ? അപ്പോ നമ്മ എത്ര സ്ഥാനം നീങ്ങി പോയിന്റ് ഇടണം? 1 ആണോ 2 ആണോ? എല്ലാവരും വിചാരിക്കുക ഒരു സ്ഥാനം നീങ്ങി പോയിന്റ് ഇടാന്നാ. അത് തെറ്റാണ് മക്കളെ. കാരണം ഇവിടെ ഒരു സ്ഥാനം നീങ്ങി പോയിന്റ് അടക്കുന്നുണ്ട്. ഒരു സ്ഥാനേ, അല്ലെ? ഇവിടെയും മറ്റൊരു പോയിന്റ് അടക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ എത്ര സ്ഥാനം നീങ്ങി പോയിന്റ് അടക്കുന്നുണ്ട്? 2 സ്ഥാനം നീങ്ങി പോയിന്റ് ഇടണം. 2 സ്ഥാനത്ത് പോയിന്റ് കിടക്കുന്നുണ്ട്. അപ്പൊ പോയിന്റ് ഇടുമ്പോ 2 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടണം. അപ്പൊ ഞാൻ എന്തേ ഇവിടെ ഒരു സ്ഥാനം ഉള്ളോല, ഒരു നമ്പർ ഉള്ളോല. അപ്പൊ എന്ത് വിചാരിക്കും? ഒയ്യോ, എന്നാ പിന്നെ അവിടെ പോയിന്റ് ഇടാം, അങ്ങനെ വിചാരിക്കും. അതൊരിക്കലും ചെയ്യരുത്. 2 സ്ഥാനം എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം നീക്കിയിട്ട് തന്നെ പോയിന്റ് ഇടണം. അപ്പൊ ഞാൻ എന്തേ അതിനു വേണ്ടി ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുകയാണ്. ഇനി 2 സ്ഥാനം, ഒരു സ്ഥാനമായി മറ്റൊരു സ്ഥാനം. അപ്പൊ 2 നമ്പർ നീക്കി പോയിന്റ് ഇടുമ്പോ 0.09. ക്ലിയർ ആണോ? അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു നമ്പർ നീങ്ങി പോയിന്റ് അടക്കുന്നുണ്ട്, ഇവിടെ ഒരു നമ്പർ നീങ്ങി പോയിന്റ് അടക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ 2 നമ്പർ നീങ്ങി പോയിന്റ് അടക്കുന്നുണ്ട്. അപ്പൊ ഉത്തരത്തിൽ ഒരു ഉത്തരവും ഒരു നമ്പറേ ഉള്ളൂ. അപ്പൊ തൊട്ടപ്പുറത്തെ ഞാൻ എന്തിട്ട് കൊടുത്ത്? 0 ഇട്ട് കൊടുത്തു. മതി, 0 ഇട്ട് കൊടുത്തു. ഉണ്ടെന്നാ 2 നമ്പർ നീക്കി പോയിന്റ് ഇട്ടു. അത്രയും ചെയ്തോളൂ. അപ്പോ ഉത്തരം വന്നത് 0.09. കൂട്ടാൻ പോണ്, ശ്രദ്ധിച്ചിരുന്നോട്ടാ. 1.2 പ്ലസ് പോയിന്റ് എവിടെയാണോ കറക്റ്റ് ഇടാ. അപ്പറ 2 നമ്പർ 0ഉം 0, 0ഉം 9ഉം, 0 9ഉം. അപ്പൊ ഈ 4നെ എവിടെ ഇടും? സംശയമുള്ളത് അല്ലെ? ഭയങ്കര സംശയമില്ലേ? 4നെ എവിടെ ഇടും? സാറ് നേരത്തെ പറഞ്ഞില്ലല്ല, 4നെ എവിടെ ഇടും? അപ്പൊ ആലോചിക്കേണ്ട കാര്യം, എപ്പോഴും 4ന്റെ അവിടെ പോയിന്റ് ഒന്നുമില്ല, പോയിന്റ് വാല്യൂ ഇല്ല 4. ശരിയല്ലേ? 4, 5, 6, 7 സാധാരണ നമ്പറാണ്. അപ്പൊ ആ നമ്പറിനൊക്കെ എപ്പോഴും പോയിന്റിന്റെ ഈ സൈഡിലേക്ക് ഇടാൻ പാടില്ല. പോയിന്റ് തൊട്ടപ്പുറം ഇട്ട് കൊടുക്കാം. പോയിന്റ് തൊട്ട് ഇപ്പുറത്ത് അപ്പുറത്ത് കിടരുത്. ഇപ്പുറത്ത് കിടന്ന തെറ്റാണ്. ഇപ്പുറത്ത് കിട്ടാൽ എന്താവാ? ശരിയാവാം. പോയിന്റ് തൊട്ട് ഇപ്പുറത്ത് ഇടണം. ഓക്കെ, മനസ്സിലായ? ഇവിടെ നോക്കി പടം കാണിച്ചോട്ടെ കേട്ടോ. 5 പ്ലസ് 1.24. അപ്പൊ 1.24 പ്ലസ് 5നെ എവിടെ ഇടും? ഈ 24ന്റെ അവിടെ ഇടോ, ഈ 1ന്റെ അവിടെ ഇടോ? 24ന്റെ അവിടെ തെറ്റാണ്. അപ്പൊ എവിടെ ഇടാ? ഇവിടെ പോയിന്റ് ഇടാ. ഇവിടെ വേണമെങ്കിൽ 0 ഇട്ട് വെച്ചോ മക്കളെ. എന്റെ മക്കൾ 0 ഇട്ട് വെച്ചോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എടാ 0 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇട്ടാലും കുഴപ്പമില്ല. അപ്പൊ ഈ 5ന് ഇവിടെ താഴെ എഴുതാം. കൂട്ടാല 4, 2, 6 പോയിന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ കൂട്ടാൽ നമുക്ക്. ഇവിടെ കൂട്ടുമ്പോ ഈ 4നെ എഴുതിയാമാ. 4നെ എഴുതാൻ വരട്ടെ. 4 കുറച്ച് ഇറക്കി എഴുതണം. ഓക്കെ, 4.00. ഓക്കെ, കൂട്ടുമ്പോ 9, 2.4 ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ 5. ക്ലിയർ ആണോ? 5.29. സെറ്റ് ആണോ മക്കളെ? ഇത്രയും ചെയ്താൽ മതി. അപ്പൊ എന്റെ മക്കൾ ഒന്ന് നോക്കി, ഈ 81.7ന്റെ സ്ക്വയറിന് എങ്ങനെ എഴുതാം? 8 പ്ലസ് 0.7 ഹോൾ സ്ക്വയർ ചെയ്തൂടെ? അങ്ങനെയാ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. 10.1ന്റെ സ്ക്വയർ, 12.5ന്റെ സ്ക്വയർ, 15.7 സ്ക്വയർ. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്ത ചോദ്യങ്ങളാണ്. ഏത് വെച്ച്? x+y × u + v. ഓക്കെ, ഇത് പഠിച്ചിരിക്കണം. ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചിട്ടേ, ഇതുകൂടി ഞാൻ ചെയ്ത് കാണിച്ചുതരാം. ബാക്കി നിങ്ങൾ 3 ഒന്ന് ചെയ്ത് നോക്കും. ഒറ്റക്ക് ചെയ്ത് നോക്കും, കിട്ടും, എല്ലാവർക്കും കിട്ടും. ഓക്കെ, ഞാൻ അടുത്ത എന്തേ ചെയ്യാൻ പോകണ്ട, അത് ശ്രദ്ധിച്ചിരുന്നോട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കേണ്ടത് 8.7ന്റെ സ്ക്വയർ. അപ്പൊ എന്താ അർത്ഥം? 8 പ്ലസ് 0.7ന്റെ ഹോൾ സ്ക്വയർ. ഇത് ഏത് ഫോമാ? a പ്ലസ് ബി ഹോൾ സ്ക്വയർ. a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8ന്റെ സ്ക്വയർ പ്ലസ് 2ab 2 × 8 × 0.7 മറക്കരുത് കേട്ടോ. ഇനി നോക്കിയ മക്കളെ, പ്ലസ് 0.7ന്റെ സ്ക്വയർ എഴുതാല. 8ന്റെ സ്ക്വയർ 64 പ്ലസ് 2 × 8 16. നോക്കി, 2 × 8 × 0.7, 2 × 8 16 × 0.7. പോയിന്റ് മാറ്റാൻ ഗുണിക്കാം. 16 × 7 നോക്കാല, 6 × 7. എന്താ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാല? 6 × 1 6, 6 × 2 12, 6 × 3 വേണ്ടപ്പ അറിയാല. അപ്പോ മൾട്ടിപ്ലിക്കേഷൻ ടേബിളില് എത്ര പ്രാവശ്യം ഗുണിക്കുമ്പോഴാ? 6 × 7. എഴുതിക്കോ, വേഗം എഴുതിക്കോ. എഴുതാല. 6 × 6 5 30 അല്ലെ?
6 36 അപ്പൊ 42 2 4 7 1 7 7 4 കൂട്ടിക്കഴിഞ്ഞാൽ 11 പോയിന്റ് ഇടണം. എത്ര സ്ഥാനം നീങ്ങി? ഒരു നമ്പർ നീങ്ങി പോയിന്റ് ഇടണം. പോയിന്റ് ഇടുമ്പോ 11.2 11.2 ഇവിടെയാണ് നിങ്ങൾക്ക് പെടാം. ഇവിടെയാണ് നിങ്ങൾ പെടാം. മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെയാണ് നിങ്ങൾക്ക് പെടാം. അപ്പോ 0.7 ഇൻറ്റു 0.7 നേരെ എന്ത് മാറ്റാ? പോയിന്റിനെ മാറ്റാം. 7 ഇൻറ്റു 7 49. ഒരു നമ്പർ നീങ്ങി പോയിന്റ് എടുക്കുന്നുണ്ട്, ഒരു നമ്പർ നീങ്ങി പോയിന്റ് എടുക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തില് 2 നമ്പർ നീങ്ങി പോയിന്റ് എടുക്കുന്നുണ്ട്. അപ്പൊ 2 നമ്പർ നീങ്ങി പോയിന്റ് ഇടുമ്പോ 0.49 പോയിന്റ് പ്ലസ് 0.49 എഴുതാലോ അല്ലെ? എഴുതുമ്പോ 11.2 പ്ലസ് 0.49 പിന്നെ 64 കൂട്ടാല 9 4 2 6 പോയിന്റിന് നേരെ ഇറക്കി 1 4 കൂട്ടിക്കഴിഞ്ഞാൽ 5 6 1 കൂട്ടിക്കഴിഞ്ഞാൽ 7 75.69 ക്ലിയർ ആണോ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് വെച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ എച്ച് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എച്ചും ചെയ്യാം. ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ്. എളുപ്പമാണ്. ഇത് പഠിക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെയാടാ? എങ്ങനെയാ അല്ലെ? ഇത് പഠിക്കുമ്പോൾ ഈ സ്കൂളിലെ എക്സാം എടുക്കുമ്പോൾ എല്ലാവർക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നല്ല മാർക്ക് ഉണ്ടാവണം. ഇവിടുത്തെ എക്സാമിനായാലും നല്ല മാർക്ക് ഉണ്ടാവണം. അപ്പോ എല്ലാവരും ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കാൻ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. 8ാം ക്ലാസ് ഭയങ്കര ചെറിയ ക്ലാസ്സിൽ നിന്ന് എല്ലാം പഠിച്ച് നമ്മൾ തുടങ്ങണേ ഉള്ളൂ. എല്ലാം തുടങ്ങണുള്ളൂ. ഹരിക്കാനായാലും ഗുണിക്കാനായാലും കുറയ്ക്കാനായാലും കൂട്ടാനായാലും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാം. ഒന്നും കിട്ടില്ലെന്നൊന്നും ഇരിക്കണ്ട. എല്ലാം നമുക്ക് പഠിക്കാന്ന്. നമ്മൾ കുഞ്ഞുങ്ങളല്ലേ? നമ്മളല്ല, നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ? ഞാൻ വലുതായില്ലേ? നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ? നമുക്ക് എല്ലാവർക്കും പഠിക്കാന്നുള്ളൂ. എല്ലാവരും പഠിക്കാൻ കിട്ടണവരോ അല്ലെങ്കിൽ എല്ലാവർക്കും പഠിച്ചാൽ കിട്ടുന്നവരോ അങ്ങനെയല്ല. പഠിച്ച് നമുക്ക് എന്തും കിട്ടാം. പഠിച്ച് നമുക്ക് എന്തും കിട്ടാം. അപ്പോ പഠിക്കാ കിട്ടണില്ല എന്ന് പറയുന്നത് കുഴപ്പമില്ല. നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാം. എന്നെങ്കിലും നമുക്ക് എന്തായാലും നല്ലത് കിട്ടും. ഉറപ്പായിട്ടും കിട്ടും കേട്ടാ. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ പോയി. പിന്നെ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ ഒരു വിലയില്ല, ഒരു കാര്യമില്ല. എപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. കിട്ടും കിട്ടും. കിട്ടാണ്ട് എവിടെ പോകാനാ? പ്രതീക്ഷിക്കുന്ന എല്ലാം കിട്ടും. മാർക്കും കിട്ടും, നല്ലോണം പഠിക്കാനും കിട്ടും, എല്ലാവർക്കും കിട്ടും. ഒന്ന് നമ്മുടെ ഫുൾ എഫേർട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഇട്ടാൽ മതി. ഓക്കെ, മാത്സ് പലർക്കും ഭയങ്കര പേടിയാണ്. അതിനൊന്നും ഒരു ആവശ്യമില്ല മക്കളെ. ഡേ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഈ ക്ലാസ് മുതൽ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ 8ാം ക്ലാസ്സിൽ എന്നാണോ ബോർഡ് എക്സാം അല്ലെങ്കിൽ ആനുവൽ എക്സാം കഴിയണത് അന്ന് വരെ ഞാൻ ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. ഉറപ്പായിട്ടും ഓരോ ചാപ്റ്ററിന്റെ ഇട്ടുകൊണ്ടിരിക്കും. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന് ഇട്ടുകൊണ്ടിരിക്കും. ഉറപ്പായിട്ടും കേട്ടാ. ഓക്കെ, അപ്പൊ നല്ല മാർക്ക് നമുക്ക് 8ാം ക്ലാസ്സിൽ സ്കോർ ചെയ്യണം. 7ാം ക്ലാസ്സിൽ കുറെ പേര് മാത്സ് ബുദ്ധിമുട്ടാണ്, മാത്സ് പഠിക്കാൻ കിട്ടണില്ല, മാത്സ് മാർക്ക് കുറവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞവരൊക്കെ നമുക്ക് 8ാം ക്ലാസ്സിൽ വാശിയായിട്ട് എടുക്കണം. ഞാനും കുറച്ച് വാശിയായിട്ട് എടുക്കാം. നിങ്ങൾക്ക് മാർക്ക് കുറച്ചുകൂടി കിട്ടാൻ വേണ്ടി ഞാനും വാശിയായിട്ട് എടുക്കാം. നിങ്ങൾ ആ ഒരു വാശിയായിട്ട് എടുക്കാം, മാർക്ക് കൂടുതൽ നേടണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരണവരെ ബൈ, താങ്ക് യു. എല്ലാവരും നന്നായിട്ട് കാണാം, ബുക്ക് വെച്ച് കറക്റ്റായിട്ട് എഴുതാം, ഹോംവർക്ക് ഒക്കെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റണമെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ആവണമെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.